ഞാൻ കല്യാണത്തിൻ്റെ മുമ്പ് വെബ് സീരീസ് ഉണ്ടായിരുന്ന 2 ഞാൻ മാറ്റി. എനിക്ക് കല്യാണത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ബിക്കോസ് ഐ വോണ്ടഡ് ടു ഹോസ്റ്റ് ഇറ്റ് ആസ് എൻ ഇവൻറ്റ്. ഞാനതൊരു പ്രോപ്പർ ഇവൻറ്റ് പോലെ അത് യൂട്യൂബിലും എല്ലാം, കാരണം അതൊരു മെമ്മറിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽബം കിട്ടില്ല, മറ്റേ വീഡിയോ കിട്ടില്ല, ഒരു പരിപാടിയും കിട്ടില്ല. അപ്പോൾ ലൈവായിരുന്നു എന്ന് മാത്രമല്ല ബാക്കിയെല്ലാം ഞങ്ങൾ ബിഗ് ബോസ് പോകുന്ന പോലെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽദി വൈകുന്നേരം എഡിറ്റ് ചെയ്യും, അന്ന് രാത്രി ഹൽദി കയറും. ഹൽദി 6 to 9 ഹൽദി. എന്റെ കല്യാണം വെച്ച് ജാം മാർക്കറ്റ് ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് അബൌട്ട് ദാറ്റ് കോണ്ടന്റ് ക്രിയേഷൻ. 6 to 8 ഉള്ളിൽ ഹൽദി നമ്മൾ കണ്ടക്ട് ചെയ്തു. 9 മണിക്ക് എഡിറ്റിംഗ് തുടങ്ങി, 11 മണിക്ക് ഹൽദിയുടെ വീഡിയോ കയറി. അതിൻ്റെ ഇടയിൽ അതിൻ്റെ നരേഷൻ അത് ആര് ചെയ്യണം, ഞാനൊന്നും ഉണ്ടാവില്ല. എഡിറ്റിയുടെ അടുത്ത് പോയിട്ട് ഇതൊക്കെയാണ് പറയേണ്ടത്, അപ്പം ഇത് നിങ്ങളാണ് ചെയ്യേണ്ടത്, ഇത് ഓരോന്നിനും ഓരോ ആൾക്കാരെ ഇതാക്കിയിട്ട് ഞാൻ ഫുൾ എഡിറ്റ് ലിസ്റ്റ് വരെ കൊടുത്തിരുന്നു. ഇതാണ് ഹൽദിയുടെ വീഡിയോ ഓർഡർ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കണ്ടന്റ്, ഇതായിരിക്കും എൻ്റെ കൾമിനേഷൻ. എന്നിട്ട് രാത്രി 10 മണിക്ക് ഈ ഹൽദി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഐനൂൺ ഫംഗ്ഷൻ ഉണ്ട്, വൈകുന്നേരം സംഗീതം ഉണ്ട്, അത് കഴിഞ്ഞ് താലികെട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 9-10 മണിക്ക് ഞാൻ പോയിട്ട് ഈ എഡിറ്റ് കാണും. കാരണം എന്താ വെച്ചാൽ സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് അവർക്ക്, കാരണം എൻ്റെ യൂട്യൂബ് കണ്ടന്റിൽ എപ്പോഴും ഭയങ്കര സെലിബ്രിറ്റി കോണ്ടന്റുകൾ, ഫ്രണ്ട്സ് കോണ്ടന്റുകൾ, അല്ലെങ്കിൽ കിട്ടാത്ത വാമത്തോടു കൂടി പോയിരുന്നു ഞങ്ങളുടെ യാത്രകൾ. അപ്പോൾ ദേ ആർ വെരി കംഫർട്ടബിൾ വെൻ ഇറ്റ് കംസ് ടു മീ. കാരണം അത് അവൻ നോക്കിക്കോളും എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ എൻ്റെ തലയിലുണ്ട്. അതുകൊണ്ട് അവർ ബോധേഡായിരുന്നില്ല. അവർക്ക് പ്രശ്നം വരുന്ന ഒരു സാധനം എൻ്റെ യൂട്യൂബിൽ നിന്ന് പുറത്തു പോകരുത് എന്നുള്ളതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി വരും. അപ്പം 9-10 മണിക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇത്രയും ആൾക്കാരും ഗസ്റ്റും ഒക്കെ ഉള്ളപ്പോഴും ഞാൻ പോയിട്ട് എഡിറ്റ്യൂട്ടിൽ ഇരുന്നിട്ട് ഇതിരുന്ന് കാണും. ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തും. അന്ന് വൈകുന്നേരം നമ്മളിത് അപ്പ് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ അതിനും ഉച്ചയ്ക്ക് അപ്പ് ചെയ്യും. വൈകുന്നേരത്തെ സംഗീതം പിറ്റേ ദിവസം രാവിലെ അപ്പ് ചെയ്യും. താലികെട്ട് പുലർച്ചെ 6 മണിക്ക് 8 മണിക്ക് താലികെട്ടിൻ്റെ വീഡിയോ അപ്പ് ചെയ്തു. കല്യാണം പിന്നെ ഞാൻ ഫുൾ ടൈം അതിനകത്താണെന്നുള്ളതുകൊണ്ട് ലൈവ് കിട്ടും. അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അത് മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സാധനം ലൈവ് ആയിട്ട്. ഞങ്ങൾ ആക്ച്വലി ആ ഒരു നിങ്ങളുടെ താലികെട്ടിന്റെ വീഡിയോ, നിങ്ങൾ താലികെട്ടുന്ന ഇന്ത്യൻ ഈ എന്താ പറയാ, ഈ വീഡിയോസ് എടുക്കുന്ന പിള്ളമാരില്ലേ, ഈ പിള്ളേർ സെറ്റ്, അവര് വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ചാനലിൽ വീഡിയോ വന്നു. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ അതും ഞാൻ ഒരു പ്ലാൻഡ് പരിപാടിയായിരുന്നു. കാരണം ബിക്കോസ് അതിനു മുമ്പ് എന്താണെന്നറിയോ, കുറേ ഒന്നാമതെന്താ വെച്ചാൽ എൻ്റെ ഈ കല്യാണം എന്ന് പറയുന്നത് ഒരുപാട് കണ്ടന്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ അതിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു റിയാലിറ്റി ഷോയിൽ മാലയിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിയും, ഒരു വെഡ്ഡിങ് അറ്റയറിൻ്റെ പരസ്യം ചെയ്താൽ കല്യാണം കഴിയും, ഒരു ക്യാമറയുടെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിയും. അപ്പം ഇതിങ്ങനെ പല തവണയായിട്ട് സോഷ്യൽ മീഡിയ ആഘോഷിച്ചുള്ള ഒരു പരിപാടി. സോ ഒറിജിനൽ കല്യാണം ആകുമ്പോൾ അതിനൊരു ഗ്രേസ് ആൻഡ് എലഗൻസ് ഉണ്ട്, അതിനകത്തൊരു പവിത്രത ഉണ്ട്. അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് ആദ്യം പോയിട്ട് വേണം ബാക്കി സ്ഥലത്തേക്ക് പോകാൻ എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് രാവിലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് 12:30 ഞാനും ഗോപികയും 2 ഫാമിലിയും എല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോയിലൂടെയാണ് ആദ്യം ലോകം അറിയുന്നത് ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകും. സോ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് അതിന് മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിലും അതിനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സ് സഹകരിച്ചു. കാരണം 200-210 പേര് അറ്റൻഡ് ചെയ്ത ഫംഗ്ഷൻ. എൻ്റെ അടുത്ത് മനോരമയെന്ന് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ പോട്ടെ, ഈ 200 റിലേറ്റീവ്സ് എങ്ങനെ ഇത് സൈലൻ്റ് ആക്കി വെച്ചു, ഞങ്ങളെ പോലെ മീഡിയ അറിയാതെ. സോ ഐ വോണ്ടഡ് ടു അനൗൺസ് ഇറ്റ്. കാരണം നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മുടെ കല്യാണം നമ്മളല്ലേ അനൗൺസ് ചെയ്യേണ്ടത്. അവിടുന്ന് മുതൽ തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് ഹൽദിക്ക് ഒരു സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, അതിനൂന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എവിടെ വെച്ചാൽ ഉണ്ടാകുന്നത്. സംഗീതം ആയപ്പോഴേക്കും ഇവരത് അന്വേഷിച്ച് കണ്ടെത്തി. കാരണം സംഗീതിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഇത് എവിടെയാണ് നടക്കുന്നത്, നമുക്ക് പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സംഗീതം ആകുമ്പോഴേക്കും ആൾക്കാർ കയറി. പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പരിപാടി കഴിഞ്ഞ് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ വന്നിട്ടാണ് ബാക്കി ആൾക്കാരിലേക്ക് ഇവർ ചെയ്യുന്ന പരിപാടി തന്നെയല്ലേ. അത് ആകെ വ്യത്യാസം എന്താ വെച്ചാൽ ഇവർക്ക് എഡിറ്റ് ചെയ്യുന്നും വേണ്ട, ഇവർ വെറുതെ ഇങ്ങനെ ഒരു മിനിറ്റ് പിടിച്ചിട്ട് നേരെ അപ്ലോഡ് ചെയ്താൽ മതി. ഞാൻ കുത്തിരുന്ന് എഡിറ്റ് ചെയ്യണം 10 സെക്കൻഡ് 30 സെക്കൻഡ്. പക്ഷെ നമുക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാനൊരു 200 യൂട്യൂബ് വീഡിയോ ചെയ്തുള്ള മനുഷ്യനാണല്ലോ. അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് എവിടെയെങ്കിലും ഉപയോഗപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ തന്നെയായിരുന്നു. കല്യാണത്തിന് പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല, കാരണം അത് എഡിറ്റ് ചെയ്യാൻ ഒന്നും വഴിയില്ല. പിന്നെ കല്യാണത്തിന് ഞാൻ ഒഫീഷ്യലി മീഡിയനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. കാരണം ബാക്കി സ്ഥലങ്ങളിൽ മീഡിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മീഡിയ ആയിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ല, ഒരു പരിധി വരെ അവർ വേണം ഡെഫിനറ്റ്ലി. എനിക്ക് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റേതിന് മീഡിയനെ ഇൻവൈറ്റ് ചെയ്യാത്തതിനുള്ള കാരണം എന്താ വെച്ചാൽ ഓൾറെഡി എൻ്റെ റിലേറ്റീവ്സ് ഭയങ്കര ഇൻഹിബിഷനിലാണ്. കാരണം ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരു 10, 20, 25 സെലിബ്രിറ്റീസ് താമസിച്ച് അതിൻ്റെ ഉള്ളിൽ സെലിബ്രിറ്റീസും ഭയങ്കര കാരണം ഒരുപാട് റിലേറ്റീവ്സ്
പ്രശ്നം എന്നറിയോ, റിലേറ്റീവ്സിന് ഈഗോ ഹേർട്ട് ചെയ്യും. കാരണം അവര് സെലിബ്രിറ്റീസിനെ മാത്രമേ മൈൻഡ് ചെയ്യുള്ളൂ, നമ്മളാരും മൈൻഡ് ചെയ്യില്ല എന്നുള്ളൊരു ഈഗോ വരും. കൂടുതൽ എന്തായിരുന്നു പേടിയായിരുന്നു രണ്ടുപേർക്കും. അതെ അതെ, ഇവര് രണ്ടുപേരും എനിക്ക് ഭയങ്കര ഡിയർ ആയതുകൊണ്ട് ഇവരുടെ വോയിസിങ് എനിക്ക് മനസ്സിലാവുന്നത്. സെലിബ്രിറ്റി അതും ഇവർ പെർഫോം ചെയ്യുക, റിലേറ്റീവ്സ് പെർഫോം ചെയ്യുക. അപ്പൊ റിലേറ്റീവ്സ് പറയുന്നത് ദൈവമേ ഇവിടെ മിയ, ദിവ്യ പിള്ള, അഞ്ജു കുര്യൻ, കുക്കു, ഡി4 ഡാൻസ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫുൾ ടീമുള്ള സ്ഥലത്ത് ഞങ്ങൾ വന്ന് എന്ത് ഡാൻസ് ചെയ്യാനാ, നമുക്ക് ഡാൻസും അറിയില്ല. ഇത് ഇപ്പുറത്തോ ഈ അഞ്ജു കുര്യനും മിയൊക്കെ ദൈവമേ ഇവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ സ്റ്റെപ്പ് തെറ്റിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും. രണ്ടുപേരും ഒരേപോലെ അവർക്ക് ഇവര് സെലിബ്രിറ്റീസ് ആയിരുന്നു കൂടുതൽ പ്രശ്നത്തിൽ. കാരണം എന്താ വെച്ചാൽ അയ്യോ റിലേറ്റീവ്സ് ഒക്കെ ഇത്രയും നന്നായി കളിക്കുന്നു, ഞങ്ങൾ സ്റ്റെപ്പ് പഠിച്ചിട്ട് പോലുമില്ല, ഞങ്ങളിത് വളരെ കാഷ്വലായിട്ട് എടുത്ത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്പേസെങ്കിൽ. പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ റിലേറ്റീവ്സ്, സെലിബ്രിറ്റീസ്, ഫ്രണ്ട്സ് ഒന്നുമില്ല, എല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റായി. ലൈക്ക് ദേ ഓൾ ജെൽ സോ വെൽ. അതിനുള്ള കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടായിരുന്നില്ല. ദേ വെർ നോ വൺ സ്റ്റാൻഡിങ് വിത്ത് എ ക്യാമറ. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ഫംഗ്ഷൻ അത്രയും കാലമായിട്ട് ഞാൻ ഒന്നാമത് കുറച്ച് ലേറ്റായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എല്ലാവരും എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഐ വാണ്ടഡ് ടു ഗിഫ്റ്റ് ദാറ്റ് ടു മൈ റിലേറ്റീവ്സ് ആൻഡ് പേരൻസ്. ആ ഒരു മുഹൂർത്തം അവർക്ക് എല്ലാവരും പ്രായമായിട്ടുള്ള 10-60 വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ ഡാൻസ് ചെയ്യാൻ, അച്ഛൻ വരെ ഡാൻസ് ചെയ്തു. അപ്പോൾ അത്രയും ആൾക്കാർ വരെ ഇതിൻ്റെ ഭാഗമാവാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ അവർക്ക് ആ പ്രൈവസി കൊടുക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എന്നാൽ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ എല്ലാമാണ്, എന്നെ എല്ലാം ആക്കിയിട്ടുള്ള മീഡിയയാണ്. ഞാനും മീഡിയയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, കാരണം അവരെപ്പോഴും പറയുന്നത് ചേട്ടാ വേറെ ഒരാളെ ഇൻ്റർവ്യൂ വിളിച്ച് അത്രയും സംസാരിക്കില്ല, വേറെ ഒരാളും വിളിച്ചാൽ അങ്ങനെ ഓടി വരില്ല. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് കല്യാണത്തിന് അന്ന് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചു, നിങ്ങൾ വരണം, എൻ്റെ കല്യാണമാണ്. എന്നിട്ട് അവർക്കൊരു സ്പേസിങ് തന്നെ കൊടുത്തു. ഈ സെലിബ്രിറ്റീസ് വരുന്ന ഒരു എൻട്രി സെപ്പറേറ്റ് ആയി കൊടുത്തിട്ട് അവിടെ ഫുൾ മീഡിയ 100-120 മീഡിയനെ ഞാൻ പാർക്ക് ചെയ്ത് നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഭാഗമാവണം. പക്ഷേ റിലേറ്റീവ്സിനെ ഇതാക്കണം, നിങ്ങൾക്ക് സെലിബ്രിറ്റീസിനല്ലേ വേണ്ടത്, സോ ഈ നിങ്ങളിലൂടെയാണ് അവർ എൻട്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ലൈവ് പോയി. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇനി എഡിറ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നുമില്ല, കാരണം എല്ലാം കാണണം എന്നുള്ള ആൾക്കാർക്ക് ലൈവായിട്ട്. സോ ദാറ്റ് വാസ് എൻ ഇവന്റ്. ഞാനൊരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഹോസ്റ്റ് ചെയ്യുന്ന പോലെ പരിപാടി കൊണ്ട് നടന്നൊരു പരിപാടി. അത് ഫുൾ 1-to-1 ഞാൻ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ അനൗൺസ്മെന്റ്, ടൈറ്റിൽ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. G&G സെലിബ്രേഷൻ, ഇതാണ് ഇതിൻ്റെ പേര്. എന്നിട്ട് ഡ്രസ്സ് എടുക്കൽ, മറ്റേതെടുക്കൽ, അത് ഇതെടുക്കൽ, ഇവന്റിന്റെ തുടക്കം, അത് ഓരോ ദിവസത്തെ ഇവന്റ്. ഇറ്റ് വാസ് വെരി വെൽ. ഒരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ബിക്കോസ് ഐ ലവ് ഡൂയിങ് ഇവൻറ്റ്സ്, ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. ആൻഡ് ഞാനൊരു പ്രസൻറ്ററാണ്, ഞാനൊരു വീഡിയോ ക്രിയേറ്ററാണ്. അപ്പോൾ ആൻഡ് അന്ന് എല്ലാവരും ഈ തിരക്കിൽ ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാവരും പറയുന്നത് ഇതെല്ലാം അവിടെ ഉണ്ട്, കാലാകാലം യു ക്യാൻ റീവിസിറ്റ് ബിക്കോസ് ഇറ്റ്സ് ദേർ. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു കല്യാണ ആൽബം ഇല്ല, 8 കൊല്ലം മുമ്പ് ചെയ്യില്ല. നമ്മൾ ഇങ്ങനെ ചെയ്താലേ ഇത് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ യാത്രകളാണെങ്കിലും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ് ഒക്കെ വ്ളോഗ് ആക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് യാത്ര ചെയ്ത് മൂന്നാർ, ഗോവ, ഞങ്ങളുടെ ആ ഗ്യാങ് ഉണ്ട്, ദിവ്യാപിള്ളയും ജീവിയും എല്ലാവരും കൂടി, അതെന്നും അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് എന്താ ചെയ്യുന്നത്, അവരെല്ലാവരും തിരക്കിലാണ്, ഞങ്ങൾക്ക് സമയമില്ല. മീൻസ് ഞങ്ങൾ പോകാൻ നിർത്തിയതൊന്നുമല്ല. അന്ന് കോവിഡ് സമയത്ത് എല്ലാവരും വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം സാധിച്ചു. എപ്പോൾ വിളിച്ചാലും എല്ലാവർക്കും ഫുൾ ഡേറ്റ്സ് അവൈലബിൾ, കാരണം ഒരാൾക്കൊരു പണിയില്ല. ഇന്ന് ദിവ്യാപിള്ള ഈസ് വെരി ബിസി ഡൂയിങ് ഫിലിംസ്, ദിയ ഈസ് ഡൂയിങ് ഫിലിംസ്, പൂജിത ഈസ് ഇൻ ദുബായ്, കുക്കു ദീപ സംടൈംസ് ഇൻ ദുബായ്. അപ്പോൾ എല്ലാവരും കൂടി ഡേറ്റ് ഒത്തു വരുന്ന ഒരു സമയമേ ഇല്ല. ഗോപിക എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത് അതിനാ, പണ്ടൊക്കെ കല്യാണത്തിന് മുമ്പ് ഫുൾ ടൈം ടൂർ പോകലാണല്ലോ, ഇപ്പം ഞാൻ വന്നതിന് ശേഷം ടൂർ പോകുന്നില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് കുറേ ആൾക്കാരുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ടൂർ പോകണം. സോ ദോസ് മൊമെന്റ്സ് എവറിത്തിങ് ഈസ് ദേർ. അതായിരുന്നു കല്യാണത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് കല്യാണം തൊട്ട് മോന്റെ ഞങ്ങൾ 8 കൊല്ലം മുമ്പാണ്. 8 കൊല്ലം മുമ്പ് പെണ്ണ് കാണല് മാത്രമാണ് ഇടാതിരുന്നത്, ബാക്കിയെല്ലാം ഞങ്ങൾ കല്യാണ ഷോപ്പിംഗ്, എൻഗേജ്മെന്റ് കാണണം എന്നുള്ളവർക്ക് കണ്ടാൽ മതി. പക്ഷെ ഇറ്റ്സ് ദേർ. അത് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ഫാമിലി ഉണ്ട്. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത നമ്മുടെ ഒരു ഓഡിയൻസ് ഉണ്ട്.